ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാമോ? ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ? ബലഹീനനായ എന്നെ, യോഗ്യതകളില്ലാത്ത എന്നെ, കുറവുകൾ മാത്രം നിറഞ്ഞ എന്നെ എൻ്റെ ദൈവത്തിന് വിശ്വസിക്കാമോ? 1 തിമോത്തിയോസ് 1:12 എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. എന്നെ അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ അപ്പോയിന്റ് ചെയ്തു. എന്നെ അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ആക്കി വെച്ചു. അതിൻ്റെ കാരണം, അതിൻ്റെ കാരണക്കാരൻ, ഇത് രണ്ടും അവിടെ എഴുതിയിട്ടുണ്ട്. കാരണക്കാരൻ ക്രിസ്തുയേശുവാണ്, കാരണം എൻ്റെ വിശ്വസ്തതയാണ്. ആ വാക്യത്തിൽ നിങ്ങൾ നോക്കിയാൽ കാരണവും കാണാം, ശുശ്രൂഷയ്ക്ക് അവൻ ആക്കി വെച്ചതിൻ്റെ കാരണവും കാണാം, കാരണക്കാരനെയും കാണാം. ആരാണ് സകലത്തിലും കാരണഭൂതൻ? ക്രിസ്തുയേശു. അവനാണ് എനിക്ക് ശക്തി നൽകിയത്. എന്നാൽ അതിൻ്റെ കാരണം എന്താണ്? അവൻ എന്നെ വിശ്വസ്തനെന്ന് കണ്ടു, അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണി. അപ്പോൾ കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരെയാണ് ഏൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കർത്താവ് തൻ്റെ വേലയിൽ ആരെയാണ് പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ നമുക്ക് മറുപടി പറയാൻ കഴിയും: വിശ്വസ്തന്മാരെയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എനിക്ക് ദൈവത്തെ വലിയ വിശ്വാസമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസമാണ് എനിക്ക് സകലത്തിനും ആധാരം. ആ വിശ്വാസമാണ് എൻ്റെ അടിസ്ഥാനം. ആ വിശ്വാസമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതും പല പ്രതിസന്ധികളിൽ എന്നെ നിലനിർത്തിയതും. ഒരു സംശയവും അതിനില്ല. അതെ, ദൈവം വിശ്വസ്തനാണ്, നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്: ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നാൽ ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാമോ? ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് ദൈവം നീതിമാനാകയാൽ, ദൈവം ദൈവമാകയാൽ, ദൈവം സർവശക്തനാകയാൽ, അവനൊപ്പം പറയാൻ ആരുമില്ലായകയാൽ, അവനെ പോൽ ഒരുവനില്ലായകയാൽ, അവൻ്റെ നാമം ബലമുള്ള നാമമാകയാൽ, അവൻ്റെ നാമം സർവത്തിനു മീതെ ഉയർന്നിരിക്കുകയാൽ, അവൻ സകല ചരാചരങ്ങളെയും എന്നെയും സൃഷ്ടിച്ചാകയാൽ, അവൻ സർവശക്തനാകയാൽ, അവൻ എൽ ശദായ് ആകയാൽ ഞാൻ അവനിൽ വിശ്വസിക്കുന്നു. പക്ഷേ ബലഹീനനായ എന്നെ, യോഗ്യതകളില്ലാത്ത എന്നെ, കുറവുകൾ മാത്രം നിറഞ്ഞ എന്നെ എൻ്റെ ദൈവത്തിന് വിശ്വസിക്കാമോ? നമ്മുടെ സ്വന്തം മനസാക്ഷിയിൽ നാം ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയും: പാസ്റ്ററേ, ദൈവത്തിന് എന്നെ വിശ്വസിക്കാൻ കഴിയത്തക്ക നിലയിൽ ഒരു ക്വാളിറ്റികളും ഞാൻ എന്നിൽ കാണുന്നില്ല. ദൈവത്തിന് എന്നെ വിശ്വസിക്കത്തക്ക നിലയിൽ ഒരു നന്മകളും ഞാൻ എന്നിൽ കാണുന്നില്ല. എന്നാൽ അവൻ എന്നെ വിശ്വസിച്ചു എന്നുള്ളതല്ലേ സത്യം? അവൻ എന്നെ വിശ്വസിച്ചു എന്നുള്ളതല്ലേ സത്യം? എൻ്റെ കുറവുകളെ അവൻ നിറവുകളാക്കി, എൻ്റെ തകർച്ചയെ അവൻ ഉയർച്ചയാക്കി, എൻ്റെ പരാജയത്തെ അവൻ ജയമാക്കി, എൻ്റെ നിന്ദയെ അവൻ മാന്യതയാക്കി. അവൻ എന്നെ വിശ്വസിച്ചു എന്ന് പറയാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വളരെ അർത്ഥമുള്ള ചിന്തിക്കേണ്ട ഒരു കാര്യം പറയട്ടെ. ഇത് ചെവി തുറന്ന് എത്ര പേർ കേൾക്കുന്നുണ്ട്? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുൻപേ ദൈവം നിങ്ങളെ വിശ്വസിച്ചു. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുൻപേ ദൈവം നിങ്ങളെ വിശ്വസിച്ചു. അതുകൊണ്ടാണ് രക്ഷ നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ടാണ് വിലപ്പെട്ട തന്റെ പരിശുദ്ധാത്മാവിനെ അവൻ നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ടാണ് തന്റെ കൃപാദാനങ്ങൾ നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൂതന്മാരെ നിങ്ങൾക്ക് സംരക്ഷണത്തിനായി തന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വിലപ്പെട്ട നിത്യജീവൻ അവൻ നിങ്ങൾക്ക് തന്നത്. ഞാൻ പറഞ്ഞ വാക്ക് ശരിയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുൻപേ എൻ്റെ ദൈവം എന്നെ വിശ്വസിച്ചു. ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപേ എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. അതെ, ബൈബിൾ പറയുന്നു, ലോക സ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ അവൻ എന്നെ തിരഞ്ഞെടുത്തു.
എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപേ പിണ്ണാകാരമായിരുന്നപ്പോൾ തന്നെ അവന്റെ കണ്ണുകൾ എന്നെ കണ്ടു, അതെന്നെ വിശുദ്ധീകരിച്ചു. ആ കണ്ണുകൾ എന്നെ നിയമിച്ചു. എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയ കർത്താവിന് കൈകളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാ. എന്നാൽ ഒന്നും കൂടെ ആഴമായി അതിനകത്ത് നിന്ന് സ്നേഹത്തോടെ പറയട്ടെ, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നാം അവിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്, അവൻ നമ്മളെ വിശ്വസ്തരെന്ന് എണ്ണിയത് കൊണ്ടാണ്. നമ്മൾ എന്തെങ്കിലും തെളിയിച്ചിട്ടാണോ എന്നൊന്ന് ശോധന ചെയ്യണം. അതിൻ്റെ അർത്ഥം എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നല്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി പോകാമെന്നല്ല. അതിൻ്റെ അർത്ഥം ദൈവം വിശ്വസ്തനാ, ഞാൻ അവിശ്വസ്തനായാലും ഞാൻ എന്നാ പരിപാടികൾക്ക് പോയാലും എൻ്റെ ദൈവം വിശ്വസ്തനാ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ പോകാം എന്ന് ചിന്തിക്കരുത്. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തൻ അവനവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ. അപ്പോൾ എനിക്ക് ശക്തി നൽകിയത് ക്രിസ്തുയേശുവാണ്. എന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ കർത്താവാണ്. എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയത് എൻ്റെ ദൈവമാണ്. എന്നെ ശുശ്രൂഷയ്ക്കാക്കിയത് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു.